ഇപ്പം നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺസിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ലോക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മുടെ സ്ക്രീൻ ഒന്ന് ഓൺ ആയിട്ട് വരും. അപ്പം ആ ഒരു ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പം അത് നോക്കിയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീച്ചർ വേണം എന്നുണ്ടായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഡിസേബിൾ ചെയ്യേണ്ടി വരും. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ആ ഒരു ഫീച്ചർ എങ്ങനെ ഡിസേബിൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ലോക്ക് സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ വേക്ക് ലോക്ക് സ്ക്രീൻ ഫോർ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പം അത് ചിലപ്പം ഓൺ ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ് അങ്ങനെ സ്ക്രീന് പെട്ടെന്ന് ഓൺ ആയിട്ട് വരുന്നത്. പിന്നെ ഞാൻ പോക്കോയുടെ ഫോണാണ് യൂസ് ചെയ്യുന്നത്. പോക്കോയുടെയും റെഡ്മിയുടെയും ഫോണുകളിൽ സെറ്റിംഗ്സ് ഇതുപോലെയാണ്, കൺഫ്യൂഷൻസ് ഒന്നുമില്ല. പക്ഷേ വേറെ ബ്രാൻഡുകളുടെ ഫോണുകളിലൊക്കെ ചെറിയ ചില ചേഞ്ചസ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ സെറ്റിംഗ്സിൻ്റെ ഫസ്റ്റ് പേജിൽ വരിക. എന്നിട്ട് ഇവിടെ വേക്ക് എന്നുള്ളത് സെർച്ച് ചെയ്യുക. വേക്ക് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ ഇതുപോലുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും, വേക്ക് ലോക്ക് സ്ക്രീൻ ഫോർ നോട്ടിഫിക്കേഷൻസ്. ചിലപ്പം ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. എന്തായാലും അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേജിൽ എത്തും. ഇത് ജസ്റ്റ് ഓഫ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇപ്പം നമ്മുടെ ഫോൺ ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസ് വന്നാൽ സ്ക്രീൻ ഓൺ ആവില്ല. അപ്പം ഈ ഒരു ഫീച്ചർ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡിസേബിൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.